എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് നേരത്തെ ചോദിച്ചില്ലേ, അതിന് മറുപടി ഞാൻ പറഞ്ഞു. ഒരു ദിവസം എൻ്റെ മൂത്ത മോളിനോട് ഇപ്പാന്ന് വിളിച്ചാൽ മതി, ഇപ്പാന്ന് വിളിച്ചിട്ട് എനിക്ക് ഇന്ന സാധനം വേണം, ഒരു വട്ടം പറഞ്ഞാൽ മതി, ഒറ്റ വട്ടം പറഞ്ഞു ഞാൻ വാങ്ങി കൊടുക്കും. എൻ്റെ മൂത്ത മോള് സ്കൂൾക്ക് പോകണില്ല, മദ്രസക്ക് പോകണില്ല, പഠിക്കൂല, ഇപ്പാന്ന് ഇന്നേവരെ എന്നെ വിളിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണൽ ആവും, സത്യം പറയാം. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡിസബിലിറ്റി കുട്ടിയാണ് മൂത്ത മോള്. അപ്പോൾ ഇന്നേവരെ എന്നെ എനിക്ക് ഇന്നത് വേണം അങ്ങനെ ഒരു സംഭവം എന്നോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാവാം ചിലപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ എത്തിയിട്ടുണ്ടാവുക. ആളുടെ ഒരു ബ്ലെസ്സിങ് ഉണ്ട് ശരിക്കും. ഈ സ്പെഷ്യൽ ചൈൽഡ് ആയിട്ടുള്ള കുട്ടികളുടെ അമ്മമാരെയും കൂടെ നമ്മൾ ഈ സമയത്ത് ഓർക്കണം എന്ന് ഞാൻ പറയും. സത്യം പറയാം, ഞാൻ ഇൻ്റർവ്യൂവിൽ പറയാൻ പറ്റുമോ എന്ന് പറയാൻ എനിക്കറിയില്ല. ഏറ്റവും കടപ്പെടുന്ന ഒരാളാണ്. കാരണം നമുക്കൊക്കെ വരുന്നൊരു ടൈമിന് നോക്കിയാൽ മതി, ഇവർ ഫുൾ ടൈമല്ലേ, ഓലൊക്കെ നമ്മൾ എങ്ങനെ നോക്കണം, അത്രയും അത് ഫുൾ ടൈം. അതായത് കുട്ടിക്ക് ഓർക്കൊന്ന് ഒരു ഭക്ഷണമാണെന്ന് പറയാൻ കഴിയില്ല, എനിക്ക് ബാത്റൂം പോകണമെന്ന് അറിയില്ല, എനിക്ക് വെള്ളം ഒരു ദാഹമുള്ള നേരത്ത് വെള്ളമാണെന്ന് വരെ പറയാൻ അറിയാത്തൊരു കുട്ടി ഫുൾ ടൈം കെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളെ വൈഫിനൊക്കെ എന്താ ചെയ്യേണ്ടത്? അത്രയും പുണ്യം ചെയ്യണം നമ്മളൊക്കെ. ഒരു കല്യാണത്തിന് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഫംഗ്ഷന്, എന്തെങ്കിലും ഒരു പരിപാടിക്ക്, എന്തെങ്കിലും ഒരു ഓൾക്ക് ഹാപ്പി ആയിട്ട് പോകാൻ പറ്റൂല. ഈ ഒരു മോളുണ്ടാവുമ്പോൾ ഓൾക്ക് എന്തെല്ലാം ആഗ്രഹം ഉണ്ടാവും. നമ്മളോട് പറയണ്ടാ പോകാൻ പറ്റാനിട്ടാ. ഓൾക്ക് അറിയാം ഇത് ഇത്രേ പോകാൻ ലിമിറ്റ് ഉള്ളൂ നമുക്ക് എന്നുള്ളത്. ഓൾക്ക് അങ്ങനെ അപ്പുറത്തേക്ക് പോകാൻ കുതിക്കണം എന്നുണ്ട്, പക്ഷേ ഓൾക്ക് ലിമിറ്റ്, ആ ഒരു ലിമിറ്റ് വെച്ചിക്കണം. ഓൾക്കറിയാം. അപ്പോൾ ആ ലിമിറ്റിൽ ഒതുങ്ങും നമ്മൾ. എൻ്റെ കാര്യത്തിലായാലും ഓളെ കാര്യത്തിലായാലും. വന്ന സമയത്ത് ഇളയമോളോട് സംസാരിച്ചു, ഭയങ്കര പ്രൗഡാണ് ഉപ്പാന്റെ കാര്യത്തിൽ. വീട്ടിലടുത്ത ഇൻഫ്ലുവൻസർ ആണോ എന്ന് ചോദിച്ചപ്പോൾ എന്തായാലും ഞാൻ ഇൻഫ്ലുവൻസർ ആവുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ സ്കൂളിൽ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ ചേരിട്ട് ഇരുത്തിയേനെ. എല്ലാം ഭയങ്കര ടാലന്റ് ആയിട്ടുള്ള കൊമ്പങ്കാട് എന്ന് പറഞ്ഞ തറവാട് ഉണ്ടാക്കാം. അതിൽ എന്ത് ചെയ്യാം, അതിൽ മോന്, ഞാൻ ഉപ്പച്ചി. കുഞ്ഞാപ്പ് നല്ല കഴിവുള്ള കലാകാരൻ, അറിയാലോ. തീർച്ചയായിട്ടും നല്ല കഴിവുള്ള കലാകാരൻ. അന്ന് കുഞ്ഞാപ്പു അല്ല, അന്ന് ഷിക്കുവാണ്. എൻ്റെ അടുത്ത് എത്തുമ്പോൾ ഷിക്കുവാണ്. ഞങ്ങൾ അവിടെ എന്താണോ കാണുന്നത്, സ്പോട്ട് കണ്ടന്റ്, ഒരിക്കലും സ്ക്രിപ്റ്റഡ് അല്ല. ഞങ്ങൾ ഇതുവരെ ചെയ്ത ഒന്നും സ്ക്രിപ്റ്റഡ് അല്ല, ഒറ്റ വീഡിയോസ് സ്ക്രിപ്റ്റഡ് അല്ല. ഞങ്ങൾ അവിടെ പോയിട്ട് സ്പോട്ടിൽ കണ്ടന്റ് ഉണ്ടാക്കുന്നത് എല്ലാത്തിനും. ഏറ്റവും സന്തോഷമുള്ളൊരു നിമിഷത്തിലൂടെ കടന്നു പോവാണ്. വീട് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു ഭയങ്കര ഒരു ഡ്രീമാണ്. അതിപ്പം സക്സസ് ആയിട്ട് ഇരിക്കുന്നു. ഒരുപാട് സന്തോഷം. നമ്മളെ ഏറ്റവും വലിയ ഡ്രീംസ് ആയിരുന്നത് പറഞ്ഞില്ലേ, ഒരു വീട് വെക്കുക. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആ വീട്ടിൽ വെച്ചുകൊണ്ട് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നത്. ആദ്യത്തെ വീട്ടിൽ അതൊന്നും നടന്നിരുന്നില്ല. ഇപ്പോൾ നല്ല സന്തോഷമുണ്ട്. ജർമ്മൻ പഠിക്കാനും ജർമ്മനിയിലേക്ക് പറക്കാനും ഇനി എഡ്യൂഫ്ലെയർ, ഇന്ത്യസ് #1 ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഹായ്, ഹലോ, നമസ്കാരം. സൈന സൗത്ത് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മീ ഷിജ്ന ജോസ് പ്രകാശ്. കോണ്ടന്റ് ക്രിയേഷനിലൂടെയും യൂട്യൂബ് വീഡിയോസിലൂടെ ഒക്കെ മലയാളികളുടെ മനസ്സ് കീഴടക്കിയ ഒരാളാണ് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ലാല മലപ്പുറം, ഞങ്ങളുടെ സ്വന്തം കുഞ്ഞിക്ക. സ്വാഗതം. ശരിക്കും ആളുകളെ എന്ത് വിളിക്കുന്ന ഇഷ്ടം? ഇപ്പൊ ലാലക്കാന്ന് വിളിക്കുന്നവരുണ്ട്, ലാലാന്ന് വിളിക്കുന്നവരുണ്ട്, കുഞ്ഞിക്കാന്ന് വിളിക്കുന്നുണ്ട്, കോയാന്ന് വിളിക്കുന്നുണ്ട്, എന്തൊക്കെ പേരോ ഒരാക്കല്ലേ. അപ്പൊ ശരിക്കും റിയൽ നെയിം വിളിക്കുന്നവരുണ്ട്. ശരിക്കും എന്ത് കേൾക്കുന്ന ഇഷ്ടം? ശരിക്കും ലാല. അതെ, അപ്പൊ തീർച്ചയായിട്ടും അത് വിളിക്കണത് നമുക്ക് സന്തോഷം. പിന്നെ ചെറിയ കുട്ടികൾ വരെ കോയെന്ന് വിളിക്കും, തവളയെന്ന് വിളിക്കും. ഞങ്ങള് തവളയെ, നീർക്കോലിയെ, കോയെ, ഞങ്ങൾ എന്തൊക്കെയാ വിളിക്കുക, അംസേ, ബോംബെ അംസേ, വിളിക്കാന്നൊന്നുമില്ല. ചെറിയ കുട്ടികൾ വരെ വിളിക്കും. എല്ലാ കാറ്റഗറിയിലെ ആളുകൾക്ക് ഇഷ്ടമുണ്ട്. അത് ഒരു ഏജ് ഗ്രൂപ്പ് ഇല്ല, എല്ലാവർക്കും ഇഷ്ടമല്ലേ. ചെറിയ കുട്ടികൾ വരെ വിളിക്കും, തവളയെ, കോയെ എന്നൊക്കെ വിളിക്കും. പക്ഷെ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ്. കാരണം നമ്മള് ഉണ്ടാക്കി എടുത്ത ഒരു സംഭവം ഉണ്ടല്ലോ, അത് സക്സസ് ആയി എന്നുള്ളതാണ് അതിനർത്ഥം. സത്യം. അതെ, അതാണ്. ഇപ്പൊ ഞാൻ ഏറ്റവും സന്തോഷമുള്ളൊരു നിമിഷത്തിലൂടെ കടന്നു പോവാണ്. വീട് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു ഭയങ്കര ഒരു ഡ്രീമാണ്. അതിപ്പം സക്സസ് ആയിട്ട് ഇരിക്കുന്നു. ആൻഡ് ഹൗസ് വാമിന് ഒരുപാട് യൂട്യൂബ്, ഈ മലപ്പുറം എന്ന് പറയുമ്പോൾ
ടാലന്റഡ് ആയിട്ടുള്ള ആളുകൾ ജീവിക്കുന്ന ഒരു സ്ഥലം. ഈ പറഞ്ഞ കോണ്ടന്റ് ക്രിയേഷൻ യൂട്യൂബേഴ്സ് ഒക്കെ ഉള്ള എല്ലാവരും ഈ ഹൗസ് വാമിങ്ങിന് വന്നു. നിങ്ങളുടെ ഒരു അടിച്ചുപൊളി ഒരു ഗെറ്റ് ടുഗെദർ ഫീലാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ശരിക്കും കുറെ പേര് കമന്റ്സ് ചെയ്തു, ഞങ്ങൾക്കും കൂടെ നേരിട്ട് വന്ന് കാണണം ആയിരുന്നു എന്നൊക്കെ. ഒരുപാട് ആൾക്കാർ കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ട്. കുറേ ആൾക്കാരെ ക്ഷണിക്കാൻ പറ്റിയിട്ടില്ല. നമ്മളെ തൊട്ടടുത്ത് നിൽക്കുന്ന ഫ്രണ്ട്സുകളെ പോലെ ഞാൻ മറന്നിട്ടുണ്ട്. എല്ലാരോടും ഇതിൽ ഏതായാലും സോറി അറിയാം, അല്ല വേറെ നിവൃത്തിയില്ല, കഴിഞ്ഞു പോയില്ലേ. അപ്പോൾ ഒരുപാട് സന്തോഷം. നമ്മളെ ഏറ്റവും വലിയ ഡ്രീംസ് ആയിരുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഒരു വീട് വെക്കുക, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആ വീട്ടിൽ വെച്ചുകൊണ്ട് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുക എന്നൊക്കെ പറയണത്. ആദ്യത്തെ വീട്ടിൽ അതൊന്നും നടന്നില്ല. ഇപ്പൊ നല്ല സന്തോഷമുണ്ട്. ആ സന്തോഷം മുഖത്ത് കാണാറുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പം ഞങ്ങള് വീഡിയോസ് അപ്ലോഡ് ചെയ്തത് 4 വർഷം ആയതേ ഉള്ളൂ. പക്ഷെ അതിനു മുമ്പ് തന്നെ യൂട്യൂബ് ചാനൽ സജീവമായിരുന്നു. എന്റെ പ്ലാനിങ് പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്, കോണ്ടന്റ് ക്രിയേഷൻ നടക്കുന്നുണ്ട് ഇൻസ്റ്റഗ്രാമില്. സോ ഇപ്പൊ നിൽക്കുമ്പോഴേ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ജേർണി ഉണ്ടല്ലോ, അതും സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു ലാലിക്കനെ നമ്മൾ കാണുന്നത്. സോ നമ്മളൊരു തുടങ്ങിയ ഒരു കാര്യം, എല്ലാവരും ഒരു കാര്യം തുടങ്ങുന്ന സമയത്ത് ഇത് സക്സസ് ആവണം, നമ്മൾ അറിയപ്പെടണം, നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടണം എന്ന് ആഗ്രഹിക്കും. സോ ഇന്ന് നോക്കുമ്പോൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് എന്താ ശരിക്കും ഫീൽ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ആവാൻ കാരണം നമ്മൾ ടാലൻ്റ് ആയിട്ട് കാര്യമില്ല, നമുക്കൊരു പ്ലാറ്റ്ഫോമാണ് വേണ്ടത്. തീർച്ചയായും അല്ലേ? എല്ലാ ആൾക്കാർക്കും ചിലപ്പോൾ നമ്മളതിൽ വേറെ കഴിവുള്ള ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവില്ലേ, പക്ഷെ കഴിവുള്ള ആൾക്കാരുണ്ടാവും, ഓൽക്കൊരു പ്ലാറ്റ്ഫോം കിട്ടാനുള്ള പ്രയാസം ഉണ്ടാവുള്ളൂ. പക്ഷെ എനിക്കൊരു പ്ലാറ്റ്ഫോം തന്നത് ഫാറൂഖ് മുനീറുമാണ് സത്യം. അപ്പം ഞാൻ എൻ്റെ അടുത്ത് കഴിവുണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ വീട്ടിലിരുന്നാൽ നടക്കില്ല. അപ്പം ഞാൻ അവിടെ പോയിട്ട് ഓരെ കാണാൻ പോകും. ഇതേപോലെ എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം ഓലെ കാണാൻ എന്നുള്ളത്. ഒരു ദിവസം കണ്ടു, പിന്നെ സംസാരിച്ചു, പിന്നെ ഞാൻ വീഡിയോയിൽ നിന്നു. അപ്പോൾ ഓല് നിന്നു, പിന്നെ പിന്നെ ഞാൻ ഒരേറ്റ് ഫ്രണ്ട്സായി. അത് കഴിഞ്ഞപ്പോൾ ഒരു നല്ല ക്യാരക്ടർ എനിക്ക് തന്നു. അപ്പോൾ പിന്നെ നമ്മൾ അതിൽ ഒന്നും കൂടെ ഒരു ചെയ്യാത്ത സാധനങ്ങൾ എന്താണെന്നും കൂടെ നോക്കി. അപ്പോൾ ഒരു സെൻറ്റി വീഡിയോസ് ഒന്നും അവർ വല്ലാതെ ചെയ്യില്ല, ഫുൾ കോമഡിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കയറിയിട്ട് സെൻറ്റി വീഡിയോ കൂടെ ചെയ്തപ്പോൾ അത് സക്സസ് ആയി. അപ്പോൾ അതിലിങ്ങനെ കമൻറ്റ് വരാൻ തുടങ്ങി, ഏതാ യുദ്ധഭൂമിയിൽ പുതിയൊരു പടം, അതിൽ ലാല, പേര് ക്യാച്ച് ചെയ്യാൻ എളുപ്പം. അപ്പോൾ ലാല, അപ്പോൾ ലാല എന്ന് പറഞ്ഞപ്പോൾ അലാല അടിപൊളി, പിന്നെ അങ്ങനെ തീൻ്റെ ഉണ്ടയും ലൈക്കും വരണം. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് സംഗതി കയറുന്നുണ്ട്. അപ്പോൾ പിന്നെ നല്ല ക്യാരക്ടർ എനിക്ക് പോലും തരൽ തുടങ്ങി, ഫാറൂഖ് മുനീറും തരൽ തുടങ്ങി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അറിയപ്പെട്ടത്. സത്യം പറഞ്ഞാൽ അറിയപ്പെട്ടത് ഫാറൂഖിന് മുനീറിൻ്റെ ഇടയിൽ നിന്നാണ്. പിന്നെ അതിന് ശേഷമാണ് ഞാൻ സ്വന്തമായിട്ടൊരു സംഭവം തുടങ്ങണത്, യൂട്യൂബും കാര്യങ്ങളൊക്കെ. അങ്ങനെ തുടങ്ങിയിട്ട് പിന്നെ കൊറോണ ടൈം വന്നു. കൊറോണ ടൈം വന്നപ്പോഴാണ് ഞാനൊരു കാര്യം മനസ്സിലാക്കുന്നത്, നമ്മൾ ഏറ്റവും കൂടുതൽ ഈ കുട്ടികളാണ്, അതുവരെ രക്ഷിതാക്കളും മാഷുമാരും ടീച്ചേഴ്സും ഒക്കെ പറഞ്ഞിരുന്നത് കുട്ടികളുടെ അടുത്ത് ഫോൺ കൊടുക്കരുത് ആണോ? അതെ. അപ്പോൾ അതിന് ശേഷം എന്ത് ചെയ്തു, ഇവർക്ക് ഓൺലൈൻ ക്ലാസ് വന്നപ്പോൾ ഫോൺ മസ്റ്റാ. അതിലെന്ത് ചെയ്ത് ഇവര് ഫോണ് കണ്ടു കഴിഞ്ഞാൽ എന്താ ചെയ്യണമെന്നുള്ളത് ഞാൻ എൻ്റെ മോളെ വെച്ച് വാച്ച് ചെയ്തു, ഒബ്സർവ് ചെയ്തു. യെസ്, മോളെ വെച്ച് വാച്ച് ചെയ്തു. ഇവളെന്താ ചെയ്യണമെന്നുള്ളത് നോക്കണത്. ഇവർ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓല് കാണുന്നത് റീൽസാണ്. ഓല് ഏറ്റവും കൂടുതൽ അഡിക്റ്റ് ആവണത് ഈ ചാടല്, ഓടല്, വീഴ, അതിലൊക്കെ ചിരിക്കണത്. അപ്പം അന്ന് കത്തൽ തുടങ്ങിയാണ് എൻ്റെ മനസ്സിൽ ഈ ഒരു സാധനം. ഇതിങ്ങനെ ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ ഇനി കുട്ടികൾ ദിവന്ന് വിടൂല. കുട്ടികൾക്ക് എല്ലാം എക്സ്പേർട്ടായി. ഫോണ് എന്താ ചെയ്യേണ്ടത്, എങ്ങനെ ലോക്ക് ഇട്ടാലോ തുറക്കും, എന്ത് വേണമെങ്കിലും ചെയ്യും. അപ്പോൾ ഒരു ഇതിന് അഡിക്റ്റ് ആയി കഴിഞ്ഞു. പിന്നെ നമുക്ക് മനസ്സിലായി അപ്പോൾ കുട്ടികൾ ഇത് വിടില്ല. അപ്പോൾ പിന്നെ ഇവർക്ക് നല്ല ഈ സാധനമാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളൊരു കോമഡി വീഡിയോസ് ചെയ്ത് നോക്കുക. അങ്ങനെ പിന്നെ ഞാൻ ഫാറൂഖിൻ്റെ അടുത്ത് പോകുന്നതിന് ശേഷം ഞാൻ കുഞ്ഞാപ്പു ആദ്യം എൻ്റെ യൂട്യൂബ് ചാനലിൽ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നമുക്കിവിടെ സ്വന്തമായിട്ട് ഇങ്ങനെ വീഡിയോസ് വരുന്നുണ്ട്, പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ട്, അപ്പോൾ നമുക്ക് രണ്ടാക്കും ചെയ്ത് നോക്കില്ലേ എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് 2 വീഡിയോ ചെയ്തപ്പോൾ സക്സസ് ആയി. കുഞ്ഞാപ്പു നല്ല കഴിവുള്ള കലാകാരൻ, അറിയാലോ. തീർച്ചയായിട്ടും നല്ല കഴിവുള്ള കലാകാരൻ. അന്ന് കുഞ്ഞാപ്പു അല്ല, അന്ന് ഷിക്കുവാണ്. എൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ ഷിക്കുവാണ് ഓൻ്റെ പേരതാണ്. അതിൽ ഓന് ഇതേപോലെ എനിക്ക് പോലെ അവസരം തന്നിക്കണമെങ്കിൽ ഈ ഷിക്കുവിന് ഞാനൊരു അവസരം കൊടുത്തു. തീർച്ചയായിട്ടും അതും വലിയൊരു കാര്യമാണ്. കാരണം നമുക്കൊരു ഇപ്പോൾ ടാലന്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് അവസരം കിട്ടാത്തതാണ് എപ്പോഴും ഒരു പരാതി പോലെ പറയാം. കാരണം ഇന്നും ടാലന്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയിട്ടില്ല. അപ്പം ലാലക്കൊക്കെ കിട്ടിയതുപോലെ തന്നെ ഷിക്കും ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാനുള്ള ഒരു മനസ്സും കാണിച്ചു, റൈറ്റ്? അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ലൈഫ് ഭയങ്കരമായിട്ട് ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട് ഇത്രയും വർഷത്തിനിടെ നോക്കുന്ന സമയത്ത്. തീർച്ചയായിട്ടും നല്ല കഴിവുള്ള കലാകാരനാണ്. അപ്പോൾ ഓന് ഇതേപോലെ നമ്മൾ കൊടുത്തു നോക്കുമ്പോൾ ഓന് ഈ കുടിയന്റെ വേഷമൊക്കെ ഉണ്ടല്ലോ, പക്കായിട്ട് അന്ന് ചെയ്യും. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ എല്ലാ വേഷം ചെയ്യും, അടിപൊളിയായിട്ട് ചെയ്യും. പിന്നെ ഓനെ കുറച്ച് മിമിക്രി ചെയ്യും,
അങ്ങനെയൊക്കെ എല്ലാം തികഞ്ഞൊരു കലാകാരനാണ്. അഭിനയത്തിൽ ഭയങ്കര, അതായത് സിനിമന്റെ അതിൽ നല്ല ആഗ്രഹമുള്ള ഒരു മനുഷ്യനാണ്. അവന്റെ ഏറ്റവും വലിയ സ്വപ്നം, എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം അത് തന്നെയായിരുന്നു. അത് നടന്നു. അപ്പൊ ഞാൻ ഇതിന്റെ കാര്യം പറയാം. അപ്പൊ അങ്ങനെ നിൽക്കുന്ന നേരത്ത് ഇവനെ വീഡിയോയിൽ കൊടുന്നിട്ട് സക്സസ് ആയി. ഇവൻ കയറി ആൾക്കാരെ അറിയപ്പെടൽ തുടങ്ങി. അങ്ങനെ ഞാൻ ഇവനോട് പറഞ്ഞു, നമ്മൾക്കൊരു കൊമ്പങ്കാട് എന്ന് പറഞ്ഞ ഒരു തറവാട് ഉണ്ടാക്കുക, അതിൽ എന്ത് ചെയ്യാം, അതിൽ ഇജ് മോന്, ഞാൻ ഉപ്പച്ചി, അങ്ങനെ പറഞ്ഞു. അപ്പൊ ഫസ്റ്റ് കുഞ്ഞാപ്പു എന്ന് പറഞ്ഞു. ഇജ് കുഞ്ഞാപ്പു, ഞാൻ കോയാക്ക. അതിനോട് പറഞ്ഞു കുഞ്ഞാപ്പു നിന്നെ വിളിക്കണ്ട, എല്ലാ നാടും. അപ്പോൾ പറഞ്ഞ എന്താ കുഞ്ഞാപ്പു എന്ന് വിളിച്ചാൽ, ആൽബ അത് എല്ലാ നാട്ടിലും ഉണ്ടാവും കുഞ്ഞാപ്പു എന്ന് പറഞ്ഞ ഒരാള്, അത് ഓനൊരു കുഞ്ഞാപ്പു എന്നാ പറയാം. ഞാൻ പറഞ്ഞു ഈ കുഞ്ഞാപ്പു എന്നുള്ള പേരിലേക്ക് അരച്ച് ഒരു ദിവസം അറിയപ്പെടുക, ഒന്ന് നോക്കിക്കൊണ്ടുവന്നു. കറക്റ്റ് അതേപോലെ തന്നെ സംഭവിച്ചു. സത്യം. അപ്പൊ ഈ കൊമ്പങ്കാട് എന്ന് പറഞ്ഞ പേര് എവിടെ നിന്ന് കിട്ടി ശരിക്കും? കൊമ്പങ്കാട് എന്നുള്ള പേര് സത്യത്തിൽ നമ്മളെ മനസ്സിനക്കരല്ലേ, അതിൽ കൊമ്പനക്കാടുണ്ട്. അതെ, അതിൽ കൊമ്പനക്കാടുണ്ട്. അത് ഫാറൂഖ് ആണ് നിങ്ങൾക്ക് കൊമ്പങ്കാട് എന്നുള്ള പേര് ഇടുന്നത്. ഫാറൂഖിന്റെ അന്ന് ഞങ്ങൾ കൊമ്പങ്കാട് എന്ന് പറഞ്ഞാൽ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫാറൂഖാണ് നേരത്തെ കൊമ്പങ്കാട് എന്നുള്ള പേരുണ്ട്. പിന്നെ അത് കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ മാറ്റി വെച്ചിരുന്നു. പിന്നെ ഞാൻ ഇതിലേക്ക് വന്നതിന് ശേഷമാണ് ഈ കൊമ്പങ്കാട് ഒരു ഫേമസ് ആക്കി കൊടുക്കുന്നത്. സത്യം പറഞ്ഞാൽ കൊമ്പങ്കാട് എന്ന് പറഞ്ഞ തറവാട് ഉണ്ടായിക്കോട്ടെ, അതിലൊരു മോനും ഉപ്പച്ചി ഉണ്ടായിക്കോട്ടെ, പിന്നെയാണ് അതിക്ക് ഫിദ കയറി വരുന്നത്, മോൾട്ടി. ഇപ്പൊ അതൊരു വീടായി മാറി. എല്ലാരും പൂതി ഞങ്ങളൊക്കെ തറവാട് അതാണ്. ശരി, ഇപ്പോഴും വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. കൊമ്പങ്കാട്ടിക്ക് പോരട്ടെ എന്നൊക്കെ പറഞ്ഞ ചെറിയ കുട്ടികൾ ഞങ്ങൾ വൈത്താലം പോരും. ഇനി വേണമെങ്കിൽ ക്യാരക്ടേഴ്സിന്റെ എണ്ണം നമുക്ക് വേണമെങ്കിൽ കൂട്ടാല്ലേ, പതുക്കെ. ഇതിനെന്താ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് ശരിക്കും? പ്ലാന് ഇതുവരെ ഇല്ല. ഞാൻ 2 കഥാപാത്രങ്ങൾ കാണിക്കാണ്ട്. ഒന്ന് കുൽസു എന്ന് പറഞ്ഞ വൈഫിനെ കാണിക്കാണ്ട്, അതേപോലെ നബീബ പറഞ്ഞ ഒരു സെറ്റപ്പ് ലൈൻ ഉണ്ട് കുഞ്ഞാപ്പൂന്റെ, അതിനും കൂടെ കാണിക്കാണ്ട്. അങ്ങനെ 2 സാധനം കൂടെ ആയിട്ട് കാണിക്കാനുള്ളൂ കഥാപാത്രത്തിൽ. ശരിക്കും അങ്ങനെ ഇപ്പം നിങ്ങളുടെ വീഡിയോസ് കണ്ടിട്ടേ ഇത്തരം ക്യാരക്ടേഴ്സ് ചെയ്യാൻ ആഗ്രഹിച്ച് മെസ്സേജ് ചെയ്യുന്നവരുണ്ടാവില്ലേ, ഈ ക്യാരക്ടേഴ്സ് ഞാൻ ചെയ്തോട്ടെ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു അവസരം തരുമോ, അങ്ങനെ മെസ്സേജ് ഒരുപാടുണ്ട്. ഞങ്ങൾക്ക് ഈ 1.5 മിനിറ്റിന്റെ ഒരു റീൽസ് ആയതുകൊണ്ട് അതിൽ ഒരുപാട് ആൾക്കാരെ കൊള്ളിക്കാൻ കഴിയില്ല. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ എന്താണോ കാണുന്നത് സ്പോട്ട് കണ്ടന്റാ, ഒരിക്കലും സ്ക്രിപ്റ്റഡ് അല്ല. ഞങ്ങൾ ഇതുവരെ ചെയ്ത ഒന്നും സ്ക്രിപ്റ്റഡ് അല്ല. ഒറ്റ വീഡിയോസ് സ്ക്രിപ്റ്റഡ് അല്ല. ഞങ്ങൾ അവിടെ പോയിട്ട് സ്പോട്ടിൽ കണ്ടന്റ് ഉണ്ടാക്കണം എല്ലാത്തിനും. തീർച്ചയായിട്ടും ഒന്നിനും നമ്മൾ ആലോചിച്ച് പോയിട്ടില്ല. നമ്മൾ ഒരാൾക്കും നമ്മൾ ചെറിയ ക്ലൈൻ്റൊക്കെ നമ്മളോട് ചോദിക്കും, എടാ എന്നാലും ചില സ്ക്രിപ്റ്റ് എന്താ ഒന്ന് പറഞ്ഞോണ്ട, ഞാൻ പറയാം അവിടെ വന്നിട്ട് ചെയ്യാം. അതിപ്പോ പരസ്യമാകുമ്പോഴേ നമുക്ക് കൃത്യമായിട്ട് ഒരു പ്ലാൻ വേണം അല്ലേ, അല്ലെങ്കിൽ എപ്പോഴും അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ ഒരുപോലെ ആയി പോകാനും പാടില്ല. അതെ, അവിടെ ചെല്ലുമ്പോഴാണ് നിങ്ങൾക്ക് എന്താണോ ഹൈലൈറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോഴാണ് നമ്മൾ അയിമ കൂടെയാണ് ഈ സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നത്. പ്ലാൻഡ് അല്ല ഒന്നും. ഇതൊക്കെ ആരാ ഉണ്ടാക്കണം എന്നൊക്കെ ചോദിക്കുക. നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് എഴുതാൻ ആളുണ്ടോ ഞങ്ങൾ ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല, നമ്മളെ നല്ല വർക്ക് തന്നെ വേണം. ഒരു ഡയറക്ടർ ഉണ്ട്, സ്ക്രിപ്റ്റ് റൈറ്റർ ഉണ്ട് അല്ലെ, എല്ലാം ഉണ്ട് ശരിക്കും. അല്ല, അത് ഉണ്ടായാലേ കത്താൻ പറ്റുള്ളൂ. ഇപ്പത്തെ കാലത്ത് പിടിച്ചു നിൽക്കണമെങ്കിൽ അത് വേണം, എന്തെങ്കിലും ഒരു കഴിവ് വേണം. അല്ലാന്നുണ്ടെങ്കിൽ എടുത്തിട്ട് പോകേണ്ടി വരും. ഇതാ സോഷ്യൽ മീഡിയ ആണ്, എത്ര ദിവസം ഉണ്ടാവും എന്താ ഏതാവൊന്നും പറയാൻ പറ്റില്ല. നാളെ ചിലപ്പോൾ നമ്മളെ ചാരി പോയാൽ വരെ ആരും സെൽഫി എടുക്കൂല. ഒരു കാലം വരും, ഓരോരുത്തർക്കും ഓരോ ടൈമേ കൊടുക്കുള്ളൂ. സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ചും ഒരു ടൈമുണ്ട്. ആ ടൈമിൽ കത്തി നിൽക്കണമെങ്കിൽ അപ്പം നമ്മൾ മുതലെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഔട്ടാവും. ഫീൽഡ് ഔട്ട് ആക്കാനാണ് ഇത്രത്തോനെ ക്യാരക്ടറുകൾ കൊണ്ടുവരുന്നത്. അപ്ഡേഷൻ ആയിക്കൊണ്ടേ നിൽക്കണത് എന്താ, ഇത്രത്തോനെ അംസ, ഞാൻ ചെയ്യുന്ന കഥാപാത്രങ്ങൾ അംസ, എന്താണ് അബു, ഇയാള് എന്താ ബാപ്പുട്ടി, അതേമാതിരി മേജർ, കോയ, അങ്ങനെ അതേമാതിരി സിക്കു, അപ്പുണ്ണി, തിത്തുമ്മ, അങ്ങനെ അപ്പുണ്ണി, തിത്തുമ്മ, സുണകൻ, അങ്ങനെ കുറെ കഥാപാത്രങ്ങൾ കൊണ്ടുവരാൻ കാരണം എന്താ, നമ്മൾ അപ്ഡേഷൻ ആയിക്കൊണ്ടേ നിൽക്കണം. ശരി, ആളുകൾക്ക് ചിലപ്പോൾ മടുത്ത് തുടങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ വ്യൂ കുറയും. അല്ല, ഇങ്ങനെ ഒരു പേടി എപ്പോഴും ഉണ്ടാവും അല്ലേ? കാരണം ഞാൻ കരുതി ഇപ്പൊ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് പലരും ജോബായിട്ട് കാണുന്നവരുണ്ട്. ഒരിക്കലും കാണാൻ പാടില്ല. ഒരിക്കലും ഇതൊരു ഒരു വർക്കായിട്ടോ സ്ഥിരതായിട്ടോ കാണാൻ പറ്റൂല. ഞാൻ എൻ്റെ ഒപ്പം നടക്കുന്ന ഷിക്കുവിനോട് വരെ പറയണതാ, ഇതൊരു കാലത്തെ ഉണ്ടാവുള്ളൂ, ഒരു ടൈമിൽ മാത്രം. എപ്പോ കുറയണോ അപ്പൊ വെട്ടണം. ഒരു പ്ലാൻ ബി ഉണ്ട് ശരിക്കും മനസ്സിൽ. പ്ലാൻ ബി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ബിസിനസ് ചാടണം എന്നുണ്ട്. പക്ഷെ അതിനുള്ള നമ്മളിപ്പോ വീട് പണി വർക്കൊക്കെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് ഇതാണ്. അപ്പൊ ഇനി അത് ഒന്ന് ഇങ്ങനെ പച്ച വെച്ച് വരണം. ഇതിന് ശേഷം അടുത്ത് എന്തായാലും ചാടിയില്ല എന്നുണ്ടെങ്കിൽ ഇതെന്തായാലും ഔട്ടാവും.
നമ്മളെ ബാക്കിൽ വേറെ കോയും കുഞ്ഞാപ്പൊക്കെ വരും. നമ്മളിങ്ങനെ സീറ്റ് മാറി കൊടുക്കേണ്ടി വരും. സത്യം. അത് സോഷ്യൽ മീഡിയയിലുള്ള ഒരു സംഭവം. എനിക്ക് കൊറോണ സമയത്ത് ഒരുപാട് യൂട്യൂബേഴ്സും കോണ്ടന്റ് ക്രിയേറ്റേഴ്സും ഒക്കെ വളർന്നു വന്നത് കൊറോണ കാലഘട്ടത്തിലാണ്. ഇങ്ങനെ കോണ്ടന്റ് വീഡിയോസ് ക്യാരക്ടേഴ്സ് റോൾ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പ്രത്യേകിച്ച് മലപ്പുറത്ത് തന്നെ ഒത്തിരി പേരും ആ സ്ലാങ് ഒക്കെ നമുക്ക് ഒരുപാട് പേര് സെയിം ചെയ്യുന്ന ഫീലും വരും. ശരിയാണ്, ഒരു മത്സരം എപ്പോഴും അതിന്റെ ഇടയിലുണ്ട്. ഞങ്ങളെ മറ്റേ സംസാരത്തിൽ നിങ്ങൾക്ക് ചിരി വരില്ലാണോ അതോ സത്യം പറഞ്ഞാൽ മതി. ഞങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ചിരിയാ വരുന്നത് അതോ എന്താ ഞങ്ങളെ വീഡിയോസ് കാണുമ്പോൾ ചില വേർഡുകൾ നിങ്ങൾക്ക് മനസ്സിലാവാത്തുണ്ടാവല്ലോ? ഇപ്പൊ ഞാൻ കണ്ണൂരുകാരിയാ. അപ്പൊ നമ്മുടെ ഒരു പ്രോപ്പർ ഞാനിപ്പോ പറഞ്ഞ് എന്റെ കണ്ണൂർ ഭാഷ അങ്ങോട്ട് മാറ്റിയെടുത്തതാ. കാരണം നമ്മളിപ്പോ പുതിയ സ്ഥലത്ത് പറയുമ്പോൾ അതെന്താ അങ്ങനെ പറയണേന്നൊരു ആൾക്കാർ കൗതുകമുണ്ട്. എനിക്കൊന്ന് കോമഡിക്ക് അപ്പുറം ഒരു കൗതുകമാണ് നിങ്ങൾ സംസാരിക്കുമ്പോൾ ആ വാക്ക് എന്താ, അർത്ഥം എന്താ, ഇതെന്താ ഈ പറയണേ, അത് നമുക്കൊരു ക്യൂരിയോസിറ്റി വരും. അതാണ് ആളുകൾക്ക് തോന്നുന്നു വീഡിയോ. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കലി ചില വാക്കുകൾ പറയുമ്പോൾ ചിരി ഓട്ടോമാറ്റിക്കലി വരും. ശരിക്കും എനിക്ക് അങ്ങനെ തോന്നുന്നു. ഞങ്ങൾ മലപ്പുറം ഭാഷ വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളല്ല. ശരിയാ. ഞാൻ അവിടെ നല്ല ഇതിൽ അച്ചടി ഭാഷയിലൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങൾക്ക് ട്രൈ ചെയ്താൽ ചിലപ്പോൾ ഞങ്ങളെ കൊണ്ട് നടക്കാം. പക്ഷേ നമ്മളെ മലപ്പുറം ഭാഷ വിട്ട് കഴിഞ്ഞാൽ പിന്നെ കോയും കുഞ്ഞാപ്പും ഇല്ല. സത്യം. അതായത് ഈ ഫാറൂഖ് ആയാലും മുനീറായാലും ഇവരൊക്കെ ഞങ്ങളെ സാധാരണ നാടൻ ഭാഷയിൽ മറ്റേ ഞങ്ങളെ ഇഷ്ടപ്പെട്ട ആൾക്കാരാ നമ്മളെ പ്രേക്ഷകര്. അപ്പൊ അതേ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകണം. അത് മാറ്റരുത് നിങ്ങൾ. തീർച്ചയായിട്ടും ആര് പറഞ്ഞാലും മാറ്റൂല. അതല്ലെങ്കിൽ നിങ്ങൾ ഇല്ലാതൊക്കെ ഇല്ല, നമ്മൾ തീർന്നു അതോടുകൂടി. ഇപ്പൊ ഷിക്കുജിക്കാരുടെ ലൈഫിലായാലും ഒരുപാട് മാറ്റങ്ങൾ. അദ്ദേഹത്തിന്റെ ലൈഫിലും ഒരു ആഗ്രഹമായിരുന്നു വീട്, അത് സാധിച്ചു. സിനിമ സാധിച്ചു. ആൻഡ് ആളുടെ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കേട്ടത് ഈ രണ്ടുമാണ് എന്റെ മനസ്സിൽ ഏറ്റവും വലിയ ആഗ്രഹം, ഞാൻ പിടിച്ചു നിൽക്കുന്നത് അതിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അത് സംഭവിച്ചപ്പോ അതിന്റെ ഒരു പാട്ടാവാൻ പറ്റിയില്ല. എത്ര സന്തോഷമുണ്ട്. ഒരുപാട് സന്തോഷം. കാരണം ഞങ്ങളെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സിനിമ. അത് നമ്മൾ അങ്ങോട്ട് ചാൻസ് ചോദിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഒഡീഷന് പോയിട്ടും ഉണ്ടായതല്ല, ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ചല്ലേ. അത് ഏറ്റവും വലിയൊരു കിട്ടലല്ലേ. എത്രയോ സിനിമയ്ക്ക് ചാൻസ് ചോദിച്ച് നടക്കുന്ന എത്ര ആൾക്കാരുണ്ട്. അപ്പൊ നമ്മളൊരു ലാല ഇങ്ങനെ ഒരു സിനിമന്റെ ഇത് വരുന്നുണ്ടെന്ന് പറഞ്ഞൊരു കോള് വരുമ്പോൾ നമ്മളെ മനസ്സിൽ എത്ര സന്തോഷം ഉണ്ടാവും. തീർച്ചയായിട്ടും ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ ഷിക്കും കൂടെ ഉള്ള ഒരു സിനിമയാണ് ബോളാഗോളം എന്നുള്ള പടം. എനിക്ക് ഏറ്റവും എൻ്റെ ഫസ്റ്റ് വീഡിയോസ് സിനിമ പെണ്ണ് കേസ്, അതാണ് അടുത്തത് ഇറങ്ങാൻ പോകുന്നത്. നിഖില വിമൽ, അജു വർഗീസ്, രമേശ് പിഷാരയുടെ ഒക്കെ ഉള്ള ക്യാരക്ടർ നമുക്ക് പറയാൻ പറ്റുമോ? കുഴപ്പമില്ല. അല്ല നിഖില ഒരു ഹസ്ബൻഡ് മാത്രമല്ല, എങ്കിലൊക്കെ 5-6 ഹസ്ബൻഡ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിലുള്ള ഒരാളാണ് ഞാൻ. പോസ്റ്ററിൽ വന്നു എന്നുള്ളതാണ്. ഞങ്ങളുടെ പ്രേക്ഷകർക്ക് പോസ്റ്റർ ഉണ്ട്. ഇതാണ് ലാലുക്ക് ദേ ഡിക്കണു. ഇപ്പൊ കുറേ വർഷമായിട്ട് സിനിമ വരണം എന്ന് അല്ലെങ്കിൽ നല്ല ക്യാരക്ടർ ചെയ്യണമെന്ന് സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അങ്ങനെ പലപ്പോഴും സിനിമയിൽ അഭിനയിച്ചിട്ട് ഈ പോസ്റ്ററിൽ വരിക അല്ലെങ്കിൽ ടീസറിൽ കാണുക എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ലൈഫിൽ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷമാണ്. സോ ടീസറിൽ ഫോട്ടോ വന്നപ്പോൾ അല്ലെങ്കിൽ ഈ പോസ്റ്ററിൽ ഫോട്ടോ വന്ന സമയത്ത് ആദ്യം കണ്ടപ്പോൾ ഒരു റിയാക്ഷൻ എന്തായിരുന്നു? ഒരുപാട് സന്തോഷമായി. കാരണം ഒരുപാട് ചങ്ങായിമാരെന്നോട് പറഞ്ഞിട്ടുണ്ട്, സുഹൃത്തുക്കളെന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ സിനിമ ഒരുപാട് ചെയ്തിട്ടുണ്ട്, അതിലൊന്നും പോസ്റ്ററിൽ വന്നിട്ടില്ല എന്നിട്ടുണ്ട്. ഇതിലെനിക്ക് അതിന് ഒരുപാട് വേഷങ്ങൾ ഉണ്ടായതുകൊണ്ടല്ല, കുറേ ടൈം ഉണ്ടായതുകൊണ്ടല്ല, പക്ഷെ പോസ്റ്ററിൽ വന്നപ്പോൾ ഒരുപാട് സന്തോഷമായി. സത്യം. അത്ര വലിയൊരു എന്താ പറയുക, നമ്മളെ ഒരു പോസ്റ്ററിലൊക്കെ കാണുന്നത് നമ്മൾ പറയുമ്പോൾ അതിൻ്റെയൊക്കെ പോസ്റ്റർ ഇട്ടാൽ ഞാൻ തന്നെ എൻ്റെ നാടാകെ ഒട്ടിച്ചടക്കും. സത്യം പറയാ. കാരണം അത്രയും സന്തോഷമുണ്ട് പോസ്റ്ററിൽ വരുമ്പോൾ. സിനിമ റിലീസാകാൻ ഞങ്ങളും കാത്തിരിക്കുകയാണ്. കാരണം ഓൾറെഡി ലാലിക്കനെ ഞങ്ങള് ഇങ്ങനത്തെ ക്യാരക്ടേഴ്സിലല്ലേ കണ്ടിട്ടുള്ളൂ. പേര് മാറ്റണ്ട, പെണ്ണ് കേസ്. ഞാൻ 3 പടം ചെയ്തിട്ടോ. അതിൽ 2ാമത്തെ പടം ശ്രീനാഥ് ബാസിന്റെ കൂടെ ഒറ്റ രംഗെടുത്തിട്ടുള്ളൂ, ഒറിജിനൽ നല്ലൊരു പടം. 3ാമത് പിന്നെ ഒരു ത്രൂഔട്ട് ക്യാരക്ടർ ഉണ്ട്, ബോളാഗോളം. അതാണ് ഞാനും ഷിക്കും കൂടെ ഒരുമിച്ച് ചെയ്ത പടം. ഈ നിങ്ങളെപ്പോലെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് അല്ലെങ്കിൽ ആളുകൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്ന ക്യാരക്ടർ ചെയ്യുന്ന അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള പോപ്പുലർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ആളുകൾക്ക് സിനിമ വളരെ എളുപ്പമാണ് കിട്ടാൻ എന്ന് പറയാറുണ്ട്. ശരിക്കും അത്ര എളുപ്പമാണോ? സിനിമ കിട്ടാൻ എളുപ്പമാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സിനിമ കിട്ടാൻ എളുപ്പമല്ല. അല്ല അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇങ്ങനെ ആയതുകൊണ്ടാവാം നമ്മളെ വിളിച്ചിട്ടുണ്ടാവുക. നമ്മൾ ഇങ്ങനെ ഈ റീൽസും ഇതൊക്കെ കണ്ടിട്ട് എത്രയോ ആൾക്കാർ കഷ്ടപ്പെട്ട് കണ്ട് ബാക്കിൽ നിൽക്കേണ്ടത് ഇതിൻ്റെ ഒരു ഒറ്റ രംഗം കിട്ടാൻ വേണ്ടിയിട്ട്.
അപ്പോൾ അതൊക്കെ ആലോചിക്കുകയാണെങ്കിൽ ഒരുപാട് സന്തോഷമല്ലേ നമ്മൾ ഇങ്ങനെ എത്തിപ്പെട്ടതും നമ്മൾ വന്നതും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നമ്മൾ വിളിച്ചത് തന്നെ വലിയ കിട്ടില്ല. കാരണം നമുക്കൊക്കെ ചാൻസ് കിട്ടുക, അതേപോലെ ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ പോസ്റ്ററിൽ വരിക, ഇതിനും വലിയ വേറെ എന്ത് ഭാഗ്യമാണ് വേണ്ടേ? സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ സംബന്ധിച്ച് ഒരുപാട് സന്തോഷം, ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ വരാൻ. നമ്മൾ ഓരോരുത്തരെ പോസ്റ്ററൊക്കെ കാണുമ്പോൾ നമ്മൾ അതിമൊക്കെ നോക്കി വെക്കാണ്ടിരിക്കണേ എന്നാൽ നമ്മളൊക്കെ ഇങ്ങനെ ഒന്ന് വരിക സത്യം. അപ്പോൾ അതൊക്കെ വരുമ്പോൾ നമുക്ക് സന്തോഷം തന്നെയാണ്. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇപ്പൊ ഈ ഒരു മേഖലയിൽ വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പം എങ്ങനെയായിരിക്കും കളിക്കുന്നത്? കൺസ്ട്രക്ഷൻ വർക്ക് ആയിട്ട് മുന്നോട്ട് പോകും. സത്യം എന്റെ വർക്ക് അതാണ്, കൺസ്ട്രക്ഷൻ വർക്കാ. അപ്പൊ അതുകൊണ്ട് മുന്നോട്ട് പോകും. അല്ലാതെ ഈ സമയത്ത് പാഷൻ എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ, ഇപ്പം കൂടെ ജോലിയുടെ കൂടെ തന്നെ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ കൂടെ തന്നെയാണ് നമ്മൾ പാഷനും കൊണ്ടുപോണേ. ഇപ്പോഴായിരിക്കും ചിലപ്പോൾ ഫിനാൻഷ്യലി ഒന്ന് ഒരു സ്റ്റാൻഡിൽ നമ്മൾ എത്തുന്നത്. ആ സമയത്ത് ഭയങ്കര സ്ട്രഗിൾ ടൈം ആയിരിക്കും. സോ എങ്ങനെയായിരുന്നു ആ ഒരു യാത്ര ഉണ്ടായത് ശരിക്കും ഇക്കാരുടെ ലൈഫിൽ? യാത്ര ഉണ്ടായെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ യൂട്യൂബാണ് ഫസ്റ്റ് തുടങ്ങിയത്. യൂട്യൂബ് ഫസ്റ്റ് തുടങ്ങിയപ്പോൾ അതിന്ന് വെറുതെ നാട്ടിൻപുറത്ത് ഇങ്ങനെ ഓരോ സാധനങ്ങൾ നമ്മളിങ്ങനെ ഈ പാടത്ത് മീൻ പിടിക്കുന്നതും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നടക്കുന്ന നേരത്താണ് ടിക്ടോക്ക് വന്നത്. ടിക്ടോക്ക് എന്നുള്ള പ്ലാറ്റ്ഫോം വന്നു. അതിന് ശേഷമാണ് ഞാൻ ഈ ലാലാ കരീം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചാനൽ അതിൽ തുടങ്ങണതും അങ്ങനെയാണ് ഫേമസ് ആവുന്നത്. അതിൽ തള്ളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് ഫാറൂഖും ഞാനും ഞങ്ങൾ ബന്ധപ്പെടാൻ കാരണം ഉണ്ടായത് ടിക്ടോക്ക് എന്നാണ്. ടിക്ടോക്കാണ് സത്യം ഫസ്റ്റ് വന്ന പ്ലാറ്റ്ഫോം. അതിൽ നിന്ന് കയറി പിന്നെ യൂട്യൂബ് തുടങ്ങി. പിന്നെ ഞാൻ പറഞ്ഞില്ല ഫാറൂഖ് മുനീറിൻ്റെ അടുത്ത് എത്തി. അതിന് ശേഷമാണ് പിന്നെ ഞാനും ശിക്കും കൂടെ അങ്ങനെ തുടങ്ങിയിട്ട് ഇപ്പോൾ ലാസ്റ്റ് കൊമ്പങ്കാട് എന്നുള്ള തറവാട്ടിൽ എത്തി നിൽക്കുന്നത്. ഇപ്പൊ ഫാമിലിയുടെ ഒരു സപ്പോർട്ട് പറയൂ. കാരണം ഞാൻ വന്ന സമയത്ത് ഇളയമോളോട് സംസാരിച്ചു, ഭയങ്കര പ്രൗഡാണ് ഉപ്പാന്റെ കാര്യത്തിൽ. അതായത് സ്കൂളിലായാലും ഫ്രണ്ട്സ് ആയാലും ഒക്കെ ഉപ്പാനെ കുറിച്ച് പറയുന്നു. അപ്പൊ ആൾക്ക് ഭയങ്കര സന്തോഷമാണ്. ആൾക്കും ഈ അഭിനയത്തിനോട് താല്പര്യമുണ്ട്, ചെറിയ വേഷം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു കൂടെ. അപ്പം ഒരു വീട്ടിലടുത്ത ഇൻഫ്ലുവൻസർ ആണോ എന്ന് ചോദിച്ചപ്പോ എന്തായാലും ഞാൻ ഇൻഫ്ലുവൻസർ ആവുന്ന ആള്. ശരിക്കും പറഞ്ഞാൽ സ്കൂളിൽ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ ചേരട്ടെ ഇരുത്തേനെ. എല്ലാം ഭയങ്കര ടാലന്റ് ആയിട്ടുള്ള കുട്ടിയാണെന്ന് തോന്നുന്നു. ഓക്കെയാണ്, ഓള് എല്ലാത്തിനും തയ്യാറാ. അങ്ങനെ മറ്റേ വീഡിയോസിന്റെ ഫ്രണ്ട് വരാനും കാര്യങ്ങളൊക്കെ. പക്ഷേ അവള് കൊമ്പങ്കാട് കോയന്റെ കുട്ടികൾ മാഷുമാരും കുട്ടികളും അവരൊക്കെ പറയും ഇങ്ങനെ ആദ്യം കൊമ്പങ്കാട് കോയന്റെ കുട്ടിയല്ലേ എന്നുള്ള ആ ഒരു പേരിൽ പറയപ്പെട്ടപ്പോൾ ഓക്കന്നെ ഒരു സ്ഥാനമുണ്ട് സത്യം പറഞ്ഞാല്. അപ്പൊ നമ്മൾ തന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ എത്രയാണ് ആൾക്കാർ ഇങ്ങനെ ഇതേപോലെ ഫോട്ടോ എടുക്കുക അങ്ങനെ ഒക്കെ പറയുമ്പോൾ ഓളിങ്ങനെ കാണിച്ചു തരും. ചിലപ്പോൾ നമ്മൾ പോകുമ്പോൾ പക്ഷേ അതാ നോക്കണം ചെല്ല് ഫോട്ടോ എടുക്കാൻ ചെല്ലിന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ ഓള് ഭയങ്കര ആക്റ്റീവാണ് ആള്. ഇപ്പം നമ്മുടെ മാറ്റങ്ങൾ വരുമല്ലേ ലൈഫില്. ഇപ്പൊ ഈ പറഞ്ഞ ആളുകൾ ഐഡന്റിഫൈ ചെയ്യുന്നു, ഫോട്ടോ എടുക്കുന്നു. നമ്മൾ ഇതുപോലെയൊക്കെ ആഗ്രഹിച്ചൊരു സ്റ്റേജ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ സ്വപ്നം കാണുന്ന ഒരു സ്റ്റേജ് ഉണ്ടാവും. ലൈഫിൽ അങ്ങ് നടന്ന സമയത്ത് ഇപ്പം എപ്പോഴും ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നുന്നൊരു മൂമെന്റ് ഉണ്ടോ ലൈഫില്? അതായത് വിഷമം തോന്നി എന്നാൽ അത് അത്രയും ലൈഫിൽ എപ്പോഴും ഓർത്ത് വെക്കുന്ന ഒരു കാര്യം? ഓർത്ത് വെക്കുന്ന കാര്യം എന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു പ്രമാണി ഒരു മുതലാളി വന്നിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ അയാളെ വണ്ടിയിൽ ഇങ്ങനെ പോയപ്പോൾ എന്നോട് നിർത്തിയിട്ട് എന്നെ അവിടുന്ന് ആൾക്കാർ നിർത്തി. നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ട് എന്നെ അവിടുന്ന് ആൾക്കാർ ഫോട്ടോ എടുത്തു. ഇവർ ഫാമിലി വന്നിട്ടാണ് ഫോട്ടോ എടുത്തത്. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, ലാലെ ഇന്നടുത്ത് 8 മൂടുള്ള പണമുണ്ട്, പക്ഷേ ഈ ഒരു ചാൻസ് ഇതാ, ഞാൻ കോടിക്കണക്കിന് റുപ്യ ഒരിടത്ത് കൊടുത്താലും ഒരു എന്നെ ഫോട്ടോ എടുക്കൂല. കാരണം ഇതാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞു എന്നോട്, സമ്പാദ്യം. അത് വലിയൊരു കിട്ടില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു സംഗതി ആർക്കും കിട്ടിയിട്ടുണ്ടാവില്ല. അയാൾ പറയാം അത്രയും പൈസ അടുത്തുണ്ട് എന്നുള്ളത് എനിക്കും അറിയാം, അത്ര വലിയ മുതലാളി എന്നൊക്കെ എനിക്കറിയാം. പക്ഷേ ആ ആൾ എന്നോട് പറയാണ്, ലാലെ ഇതെനിക്ക് കിട്ടിയില്ല, ഇപ്പം എന്നെ വന്നുകൊണ്ട് ഒരു ഫോട്ടോ എടുത്തില്ലേ, ഞാൻ അത്ര വലിയൊരാളാണ് കാര്യങ്ങളാണ്, പക്ഷെ എന്നെ ആ ഒരു ഫോട്ടോ എടുത്തില്ലല്ലോ, ഇതാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അവാർഡ് എന്നൊക്കെ പറഞ്ഞു. കുറേ അയാൾ എനിക്ക് അങ്ങനെ കുറേ ക്ലാസ് എടുത്തു തന്നിട്ടുണ്ട്. അന്ന് ഞാൻ സ്കെച്ച് ചെയ്തു. കുറേ പണം ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. പക്ഷേ ഈ ഒരു സാധനത എത്ര പൈസ കൊടുത്താലും കിട്ടാത്ത ഒരു സംഭവമാണ് ഈ നമ്മളെ ഇപ്പം നമ്മൾ നിൽക്കണ ഈ ഒരു സ്റ്റേജ്. സത്യം. അപ്പോൾ വലിയ വലിയ ആർട്ടിസ്റ്റുകളെ അവസ്ഥ ആലോചിച്ച് നോക്ക് അല്ലേ? അതിന് ശേഷമാണ് പണം ഉണ്ടാക്കുന്നത്. ഇപ്പം നമ്മുടെ ലൈഫ് മാറുന്ന സമയത്ത് ഇപ്പൊ ആളുകള് അക്സെപ്റ്റ് ചെയ്യുന്നു, കൂടെ നിർത്തുന്നു. ഒരു സമയത്ത് ഇതൊന്നും ഉണ്ടാവില്ലായിരിക്കും. നമ്മുടെ ആളുകൾ തിരിച്ചറിഞ്ഞു, ഫെയിം വന്ന സമയത്തായിരിക്കും കൂടെ എല്ലാവരും കൂടുക. എല്ലാവരുടെ സിറ്റുവേഷൻ അങ്ങനെ തന്നെയാണ്. കാരണം ആളുകൾ തിരിച്ചറിയുമ്പോഴായിരിക്കും പണ്ട് മാറ്റി നിർത്തപ്പെട്ട ആളുകളൊക്കെ തിരിച്ച് നമ്മളെ കൂടെ കൂടുന്നത്. അങ്ങനെ ഒരു മൂമെന്റ്സ് ഉണ്ടായിട്ടുണ്ടോ? ശരി, അങ്ങനെ മൂമെന്റ്സ് എന്നെ സംബന്ധിച്ചുണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട്
എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എനിക്ക് അന്നും ഇന്നും എൻ്റെ നാട്ടുകാർ ഫുള്ള് സപ്പോർട്ടാണ്. നാട്ടിലുള്ള ഫ്രണ്ട്സ് ആയാലും വീട്ടുകാരെ സപ്പോർട്ട് പ്രത്യേകിച്ച് പറയണം. അല്ലെങ്കിൽ എനിക്ക് സൈന എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഡബിൾ മീനിങ്ങിൽ പരിപാടി നടക്കാൻ പറ്റൂല. പക്ഷെ എല്ലാവരും നല്ല സപ്പോർട്ടാണ്. അവർക്കറിയാം അത് വീഡിയോസാണ് കാര്യങ്ങളാണെന്നുള്ളത്. അപ്പോൾ എല്ലാവരും നല്ല സപ്പോർട്ടാണ്. വീട്ടിലായാലും നാട്ടിലായാലും കൂട്ടുകാരായാലും എല്ലാവരും കട്ട സപ്പോർട്ടാണ്. എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. എല്ലാ കലാകാരന്മാരുടെ ലൈഫില് എപ്പോഴും പറയും നമുക്ക് എത്ര വിഷമം ഉണ്ടെങ്കിലും നമ്മളത് പുറമേ കാണിക്കേണ്ട, ആളുകളെ ചിരിപ്പിക്കാന്ന് പറയുന്നത് അത് നിങ്ങൾ ചോദിക്കുന്നത് വരെ എനിക്ക് 2 മക്കളാണ്. ഒന്ന് ഷിഫ്ന, ഒന്ന് സിയാന. അപ്പം എൻ്റെ മൂത്ത മോള് സ്കൂൾക്ക് പോകണില്ല, മദ്രസക്ക് പോകണില്ല, പഠിക്കൂല. ഇപ്പം നിന്നവരെ എന്നെ വിളിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണലാവും. സത്യം പറയാം. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡിസബിലിറ്റി കുട്ടിയാണ് മൂത്ത മോള്. അപ്പോൾ ഇന്നേവരെ എന്നെ എനിക്ക് ഇന്നത് വേണം അങ്ങനെ ഒരു സംഭവം എന്നോട് പറഞ്ഞിട്ടില്ല. സത്യം പറയാം. അത് പറയുമ്പോൾ നമുക്ക് കരച്ചിൽ വരും. നമ്മൾ ഇങ്ങനെ കുറേ വീടുണ്ടാക്കി അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും എത്തിപ്പെട്ടു, അതിലും നല്ല വലിയ കാര്യം. എനിക്ക് ഒരു ദിവസം വീഡിയോയിൽ മാത്രമേ കരഞ്ഞിട്ടുള്ളൂ. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ നേരത്തെ ചോദിച്ചില്ലേ, അതിനൊരു മറുപടി ഞാൻ പറഞ്ഞത്. ഒരു ദിവസം എൻ്റെ മൂത്ത മോളിനോട് ഇപ്പാന്ന് വിളിച്ചാൽ മതി. ഇപ്പാന്ന് വിളിച്ചിട്ട് എനിക്ക് ഇന്ന സാധനം വേണം, ഒരു വട്ടം പറഞ്ഞാൽ മതി. ഒറ്റ വട്ടം പറഞ്ഞാൽ മതി, ഞാൻ വാങ്ങി കൊടുക്കും. നിങ്ങളെ വിളിച്ചെടുത്തിട്ട് ഞാൻ കഴിപ്പിക്കുള്ളൂ. പക്ഷെ ലൈഫിൽ അങ്ങനെ ഞാനും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. അല്ല, ഞാൻ പറഞ്ഞില്ല, എനിക്ക് അങ്ങനെ ഞാൻ അത് പൂർത്തിയാക്കിയിട്ടില്ല. എനിക്ക് അപ്പോൾ അതിന് കരച്ച് വന്നിട്ടാണ്. അത് വാങ്ങി കൊടുക്കാനുള്ള ഇപ്പോൾ ഓള് വിചാരിച്ച എന്തെങ്കിലും സാധനമൊക്കെയാണെങ്കിൽ എനിക്ക് വാങ്ങി കൊടുക്കാനുള്ള ഒരു പൈസയും കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്തുണ്ട്, സത്യം പറയാം. അപ്പോൾ ഇങ്ങനത്തെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെയാണ് ഞാൻ ഈ ജനങ്ങളെ ചിരിപ്പിച്ചുകൊണ്ട് നടക്കുന്നത്. സത്യം പറഞ്ഞാൽ ചെറിയ മോള് പിന്നെ പ്രശ്നമൊന്നുമില്ല. ഓള് സ്കൂളിൽ പോകുന്നുണ്ട്, കാര്യങ്ങളാണ്, അയാൾ ഹാപ്പിയാണ്. നേരത്തെ നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ഓള് എൻജോയ് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. ഇവളെ കാര്യം മാത്രം ആലോചിച്ചിട്ട് എനിക്കൊരു സങ്കടമുള്ളൂ. പക്ഷെ എന്നാലും ഹാപ്പിയാണ്. അത് കലാകാരന്മാർക്ക് പറ്റുന്ന അല്ലേ, എത്ര വിഷമമുണ്ടെങ്കിൽ ആളുകളെ ചിരിപ്പിക്കാന്ന് പറയുന്നത്. ഇപ്പം ഞാൻ പണ്ട് പല ആർട്ടിസ്റ്റിനെയും കണ്ടിട്ടുണ്ട്, അവരുടെ അമ്മ മരിച്ചു എന്ന് അറിയുന്ന സമയത്ത് പോലും ക്യാമറയ്ക്ക് മുമ്പിൽ ചിരിച്ച് അഭിനയിച്ച ഒരുപാട് കലാകാരന്മാരെ കുറിച്ച് ഞാൻ കഥകൾ കേട്ടിട്ടുണ്ട്. ശരിക്കും അത് കലാകാരന്മാർക്ക് മാത്രമേ പറ്റൂ. അതൊരു അങ്ങനെ ആവാം. ആർത്ത് നല്ല ആർത്ത് ചിരിക്കാൻ എന്നെ കൊണ്ട് സാധിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ചെറിയൊരു സാധനം ഇവിടെ വന്ന് കൊളത്തും ഇതാവള് അതാ. പക്ഷെ എന്നാലും എന്താ ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അല്ലേ, കുറേ ആൾക്കാർ ഇങ്ങനെയൊക്കെ പോട്ടെ. പക്ഷെ മിടുക്കി കൊച്ചാ, ഞാൻ നേരത്തെ കണ്ടില്ല, നല്ല സുന്ദരി മിടുക്കി കൊച്ചാണ്. ആൻഡ് ഓൾറെഡി കുറേ ആൾക്കാർ എന്നോട് വന്നിട്ട് ചോദിച്ചിട്ടുണ്ട്, നമുക്ക് വീഡിയോയിൽ കാണിക്കല്ലേ. ഞാൻ വേണ്ട, അങ്ങനെ അവിടെ നിന്നോട്ടെ എന്നുള്ളതാ പറഞ്ഞിട്ടുള്ളത്. സത്യം, അത് ഒന്നിനുള്ള കഴിവില്ല. കാരണം കാഴ്ചൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ പിന്നെ സംസാരിക്കൂല. അപ്പോൾ ഓളെ ലോകത്താ. സെറിബ്രൽ പൾസി എന്നാ പറയാം. മരുന്ന് നമ്മൾ കോഴിക്കോടെ കാണിക്കണം, നടക്കാം ഹോസ്പിറ്റലിൽ. എല്ലാം ശരിയാവും, എനിക്ക് ഉറപ്പാണ്. പറഞ്ഞോ ഇതിന്റെ ഇങ്ങോട്ട് സങ്കടപ്പെടണ്ട. ഞങ്ങളെ വിളിച്ചെത്തിയിട്ട് നിങ്ങള് ഞാൻ പെട്ടെന്ന് അങ്ങനെ എൻ്റെ ഒരു നെഗറ്റീവാന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പെട്ടെന്ന് കരയും. അത് എത്ര മാറ്റാൻ ശ്രമിച്ചാലും അത് പെട്ടെന്ന് കരയും. ലൈഫിൽ അത് എപ്പോഴും നല്ലത് സംഭവിക്കും. ലൈഫിൽ എപ്പോഴും അതുകൊണ്ടാവാം ചിലപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ എത്തിയിട്ടുണ്ടാവുക. ആളുടെ ഒരു ബ്ലെസ്സിങ് ഉണ്ട് ശരിക്കും. ഓരെ നമ്മൾ നല്ലോണം നോക്കണമെന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഓലെ നല്ല ശ്രദ്ധിക്കണം നമ്മൾ. ഉപ്പയും ഉമ്മയും നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. എൻ്റെ വൈഫൊക്കെ ഉണ്ടല്ലോ, എനിക്ക് അത്രയും സത്യം പറയാം. ഞാൻ ഇൻ്റർവ്യൂവിൽ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഏറ്റവും കടപ്പെടുന്ന ഒരാളാണ്. കാരണം നമുക്കൊക്കെ വരുന്ന ഒരു ടൈമിൽ നോക്കിയാൽ മതി. ഇവർ ഫുൾ ടൈമല്ലേ. അപ്പോൾ ഓലൊക്കെ നമ്മൾ എങ്ങനെ നോക്കണം, അത്രയും അത് ഫുൾ ടൈം. അതായത് കുട്ടിക്ക് ഓർക്കൊന്ന് ഒരു ഭക്ഷണം വേണമെന്ന് പറയാൻ കഴിയില്ല,
എനിക്ക് ബാത്റൂം പോകണമെന്ന് അറിയില്ല, എനിക്ക് വെള്ളം ഒരു ദാള്ള നേരത്തെ വെള്ളം വേണമെന്ന് വരെ പറയാൻ അറിയാത്തൊരു കുട്ടീനെ ഫുൾ ടൈം കെയർ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളെ വൈഫിനൊക്കെ എന്താ ചെയ്യേണ്ടത്? അത്രയും പുണ്യം ചെയ്യണം നമ്മളൊക്കെ അല്ലേ? അത്രയും ഭാഗ്യം ചെയ്ത ആൾക്കാരുടെ അടുത്തേക്ക് ഇങ്ങനത്തെ കുട്ടീനെ കൊടുക്കുള്ളൂ, സത്യം പറയാം. കാരണം ഏതെങ്കിലും ഒരു തെമ്മാടിൻ്റെ കയ്യിൽ പടച്ചോ ഇങ്ങനത്തെ കുട്ടികളെ കൊടുക്കില്ല. നമ്മൾ ഓലെ നല്ല കെയർ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ കൊടുക്കുള്ളൂ എന്നുള്ളൊരു സമാധാനത്തിൽ മാത്രമേ ഞാൻ നിൽക്കുന്നത്. ഓലെ ഭാഗ്യമാവാം. എൻ്റെ വൈഫിനൊക്കെ മറ്റേ എത്ര സൂക്ഷിച്ചാലും മതിയാവില്ല. ഈ സ്പെഷ്യൽ ചൈൽഡായിട്ടുള്ള കുട്ടികളുടെ അമ്മമാരെയും കൂടെ നമ്മൾ ഈ സമയത്ത് ഓർക്കണം എന്ന് ഞാൻ പറയും. കാരണം കാണുന്ന പോലെയല്ല, അവർ ഒരുപാട് കുട്ടികളെ അമ്മമാരെ ഞാൻ പേഴ്സണലി കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളവരോട് ഞാൻ സംസാരിക്കുകയൊക്കെ ചെയ്ത സമയത്ത് ഈ പറഞ്ഞ പോലെ എല്ലാവരും ഓർക്കാത്തൊരു കാര്യമാണ് ഇപ്പം ഇക്ക പറഞ്ഞത്. ഓരോ ഓർത്തില്ലെങ്കിൽ പിന്നെന്താ, നമുക്ക് എപ്പോഴെങ്കിലും വരുന്ന ടൈമിൽ മാത്രമേ കെയർ ചെയ്താൽ മതി. ഫുൾ ടൈം നോക്കണം അവരല്ലേ. ഒരു കല്യാണത്തിന് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഫംഗ്ഷന്, എന്തെങ്കിലും ഒരു പരിപാടിക്ക്, എന്തെങ്കിലും ഒരു ഇതിക്ക് ഓൽക്ക് ഹാപ്പി ആയിട്ട് പോകാൻ പറ്റുമോ? പറ്റൂല. ഈ ഒരു മൂടുണ്ടാവുമ്പോൾ ഓൽക്ക് എന്തെല്ലാം ആഗ്രഹം ഉണ്ടാവും. നമ്മളോട് പറയാണ്ടല്ലേ, നമ്മളോട് പറയാണ്ടാ, പോകാൻ പറ്റാനിട്ടാ. ഓൽക്ക് അറിയാം ഇത് ഇത്രേ പോകാൻ ലിമിറ്റ് ഉള്ളൂ നമുക്ക് എന്നുള്ളത്. ഓൽക്ക് അങ്ങനെ അപ്പുറത്തേക്ക് പോകാൻ കുതിക്കണം എന്നുണ്ട്, പക്ഷേ ഓൽക്ക് ലിമിറ്റ്, ആ ഒരു ലിമിറ്റ് വെച്ചിക്കണം. ഓൽക്ക് അറിയാം. അപ്പോൾ ആ ലിമിറ്റിൽ ഒതുങ്ങും നമ്മൾ. ഇതിൻ്റെ കാര്യത്തിലായാലും ഓള കാര്യത്തിലായാലും അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റൂലടോ. അവിടെ ഒരു വേലി കെട്ടിയിട്ടിക്കുക, അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ഓടിച്ചാടി നടക്കാൻ പറ്റൂല നമുക്ക്. അവിടെ വെച്ച് നിർത്തും നമ്മൾ ആ പരിപാടി. അതാണ് ലിമിറ്റ്, ഒരു ലിമിറ്റ് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് നമ്മളെ ലൈഫിൽ. അതൊക്കെ ആ ലിമിറ്റ് മറികടന്നിട്ടാണ് ഞാൻ ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓടിച്ചാടി വരുന്നത്. അത് ഈ നെഗറ്റീവ് കമന്റ് ഇടുന്ന ഒരുപാട് ആളുകൾ നെഗറ്റീവ് കമന്റ് നമുക്കില്ല കുറെ. പക്ഷേ ഇതൊക്കെ കണ്ടിട്ടും നെഗറ്റീവ് ഉണ്ട്. പിന്നെ അത് നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ ആ കമന്റിനനുസരിച്ച് നമ്മൾ നീങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പരിപാടി നിർത്തി വെക്കേണ്ടി വരും. പക്ഷെ ഇപ്പം ഞങ്ങൾക്ക് അങ്ങനെ ബാഡ് കമന്റ് ആയിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഫേസ്ബുക്കിലൊക്കെ ഉണ്ടാവും, പക്ഷെ നമ്മൾ അങ്ങനെ മൈൻഡ് ചെയ്തില്ല. ജർമ്മൻ പഠിക്കാനും ജർമ്മനിയിലേക്ക് പറക്കാനും ഇനി എഡ്യൂഫ്ലെയർ. എഡ്യൂഫ്ലെയർ, ഇന്ത്യസ് നമ്പർ 1 ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട്.